വിദേശ രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട ജീവിതം തേടിപ്പോകുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക്, ഈ സമീപകാലത്ത് ചെറിയ പ്രതിസന്ധികളിലൂടെ അല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോലും തൊഴിൽ നഷ്ടവും വർദ്ധിച്ചു വരുന്ന വംശീയാധിക്ഷേപങ്ങളും താമസ പ്രശ്നങ്ങളും ഇന്ത്യക്കാർക്ക് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. അയർലൻഡിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇതിന് അടിവരയിടുകയും ചെയ്യുന്നു. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉടലെടുത്തത്? ഇത് പ്രവാസികളുടെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുക? കുടിയേറ്റത്തെ ഏത് തരത്തിലാണ് ബാധിക്കുക? വിശദമായി തന്നെ പരിശോധിക്കണം. യൂറോപ്പിലെ തൊഴിൽ, സാമൂഹിക മേഖലകളിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് പുതിയ പാഠങ്ങളാണ് നൽകുന്നത്. ആകർഷകമായ പ്രൊഫൈലുകൾ നൽകുന്ന ഏജൻസികളെ മാത്രം വിശ്വസിക്കാതെ സ്വന്തമായി ഗവേഷണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെച്ചപ്പെട്ട ജീവിതം എന്ന സ്വപ്നം ഒരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഓരോ പ്രവാസിയും തിരിച്ചറിയണം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 1.8 കോടി ഇന്ത്യക്കാർ വിദേശത്ത് താമസിക്കുന്നു. കഴിഞ്ഞ ദശകങ്ങളിലെ ഗൾഫ് കുടിയേറ്റത്തെ പരിപൂർണമായി മാറ്റി നിർത്തിയാൽ ഈ പറഞ്ഞ കണക്കിലെ നല്ലൊരു വിഭാഗം ഇപ്പോൾ എത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും, അതുതന്നെ പ്രത്യേകിച്ച് അയർലൻഡ്, ജർമ്മനി, UK, നെതർലാൻഡ്സ് പോലുള്ള സ്ഥലങ്ങളിലേക്കാണ്. അതിനിടയിലാണ് അയർലൻഡിലെ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന തുറന്ന വംശീയ വിവേചനവും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് ലക്ഷ്യമിട്ടത് ഇന്ത്യൻ ടാക്സി ഡ്രൈവർമാരെ, സ്റ്റുഡൻറ്റുകളെ, ആരോഗ്യ പ്രവർത്തകരെ മാത്രമല്ല, കൊച്ചുകുട്ടികളെ പോലുമാണ്. 9,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ അയർലൻഡിലെന്നാണ് കണക്ക്. 2020-2024 ഈ 5 വർഷ കാലയളവിൽ അയർലൻഡിന്റെ ജനസംഖ്യയിൽ 7.6% വർധനവുണ്ടായപ്പോൾ അതിൽ വലിയ പങ്ക് ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് തന്നെയുമാണ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുണ്ടായത്? അത് അന്വേഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ അയർലൻഡിൽ മാത്രം ഉണ്ടാകുന്നതല്ല എന്നത് തന്നെയാണ്. ജർമ്മനിയിലും UK-യിലും ഓസ്ട്രേലിയയിലും വംശീയ വിദ്വേഷത്തിലൂന്നിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നൽകുന്ന കണക്ക് നോക്കിയാൽ 2020-2024 കാലയളവിൽ 5 വർഷത്തിനിടെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും നേരിടേണ്ടി വന്ന ആക്രമണങ്ങളുടെ തോത് കൂടുകയാണ്, പേടിപ്പിക്കുന്ന രീതിയിൽ. അയർലൻഡിലെ സത്യാവസ്ഥ ഈ തരത്തിലാണ്. ആ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഗ്ലോബൽ സാമ്പത്തിക മാന്ദ്യം ഈ ടെക് IT മേഖലകളെ വളരെ മോശമായി ബാധിച്ചിരിക്കുന്നു. അയർലൻഡ് യൂറോപ്പിലെ ഒരു പ്രധാന ടെക് ഹബ് ആയതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഗൂഗിൾ, മെറ്റ, സ്ട്രൈപ്പ്, ആക്സെഞ്ചർ പോലുള്ള കമ്പനികളിൽ വലിയ തോതിൽ പിരിച്ചുവിടലുകൾ നടന്നു. ഇതിൽ ധാരാളം ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് ജോലി നഷ്ടമായി. ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഒരാഴ്ചക്കുള്ളിൽ രാജ്യം വിടേണ്ടി വരുമെന്നതടക്കമുള്ള കർശന നിയമങ്ങളാണ് പല രാജ്യങ്ങളിലും ഇപ്പോഴുള്ളത്. വർഷങ്ങളോളം ഒരു രാജ്യത്ത് താമസിച്ച് ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്തവർ പോലും ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭവനങ്ങളുടെ ലഭ്യതക്കുറവും വാടക വലിയ തോതിൽ ഉയർത്തി. ഇത് വിദ്യാർത്ഥികളെയും താഴ്ന്ന വരുമാനമുള്ളവരെയും കഷ്ടത്തിലാക്കി. മിക്ക അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ താമസിക്കാനൊക്കെ നിർബന്ധിതരാകുന്ന വാർത്തകൾ പരമ്പരയായി നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോകം കണ്ടതാണ്. ഇനി അയർലൻഡിൽ നിന്ന് മറ്റ് രാജ്യങ്ങളെ നോക്കുക. പ്രത്യേകിച്ച് UK, ജർമ്മനിയൊക്കെ പോലെ പലയിടത്തും സംസാര ഭാഷ ഇംഗ്ലീഷ് അല്ലാത്തത് ചെറിയ തരത്തിലല്ല ഇന്ത്യൻ പ്രവാസികളെ ബാധിക്കുന്നത്. UK ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യമാണെങ്കിലും ഉയർന്ന ജീവിത ചെലവും ജോലി സുരക്ഷിതത്വം ഇല്ലായ്മയും ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ബാധിക്കുന്നു. പലരും പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ കെയർ വർക്കർമാരായി ജോലി ചെയ്യേണ്ടി വരുന്നു. ജർമ്മനിയിലെ സാങ്കേതികവിദ്യ, ആരോഗ്യ മേഖലകളിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പക്ഷേ ഈ ജർമ്മൻ ഭാഷാ പരിജ്ഞാനമില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അല്ലാത്ത മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രാദേശിക ഭാഷ വശമില്ലാത്തവർക്ക് സാമൂഹികമായി ഇടപഴകാനും ജോലി നേടാനും ചേർന്ന് പോകാനും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഇതിന്റെ എല്ലാം ഇടയിലാണ് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് പഠന വിസയെ ജോലി നേടാനുള്ള എളുപ്പവഴിയായി ചിത്രീകരിക്കുന്നത്. ഇത് പിന്നീട് വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലടക്കം പെടുത്തുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ഇതിനിടെ ദേശീയതാ രാഷ്ട്രീയത്തിന്റെ വളർച്ച കൂടുന്ന കാലം കൂടിയാണ് ഇത്. അതെടുത്ത് പറയണം. പ്രവാസികളെ തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുന്നവർ എന്ന രീതിയിൽ കാണുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ വളരുന്നുണ്ട്. അതിന്റെ ഫലമായി പൊതുസമൂഹത്തിൽ വിദേശികളോടുള്ള അനിശ്ചിതത്വം ഉയരുന്നു. നിയമങ്ങളും കുടിയേറ്റ നയങ്ങളും കഠിനമാക്കപ്പെടുന്നതൊക്കെ ഈ സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി. താമസിക്കുന്ന രാജ്യത്തെ ഭാഷ, സംസ്കാരം, സാമൂഹിക ബന്ധങ്ങൾ, ഈ മേഖലകളിൽ നിരവധി പ്രവാസികൾക്ക് ഒത്തുചേരാൻ പ്രയാസമുണ്ടാകും. പലരും ഇന്ത്യൻ സംസ്കാരവും ആഘോഷങ്ങളും വസ്ത്രരീതികളൊക്കെ വലിയ രീതിയിലൊക്കെ നടത്തുന്നത് തദ്ദേശീയർക്ക് വിഷയമാകുകയും ചെയ്യുന്നു.
ഈ രാജ്യങ്ങളിലെ വലതുപക്ഷ പാർട്ടികൾ പലപ്പോഴും ഒറ്റ ദേശീയ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ അവർക്ക് മൾട്ടി കൾച്ചറലിസത്തോട് സഹിഷ്ണുത കുറവായിരിക്കും. ഇത് ആ രാജ്യങ്ങളിൽ താമസിച്ച് ആഘോഷപരമായി ഇന്ത്യൻ സംസ്കാരവും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്തുമ്പോൾ വലിയ തരത്തിലുള്ള വിദ്വേഷത്തിലേക്കും വഴിവെക്കും. ഇതേപോലെ കുടിയേറ്റക്കാർ തങ്ങളുടെ ആതിഥേയ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തുന്നതൊക്കെ സർവ്വസാധാരണമാകുന്നുണ്ട്. അത് അവിടുത്തെ സർക്കാരുകളെയും ആ ജനങ്ങളെയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. ഇനി ഇതൊക്കെ എന്താണ് NRIകളെ പഠിപ്പിക്കുന്നത്? മുൻപന്തിയിൽ വെക്കേണ്ടത് സുരക്ഷയും നിയമബോധവും ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. രാജ്യം മാറുന്നത് വലിയ തീരുമാനമാണെന്ന് മനസ്സിലാക്കണം. താമസിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ, തൊഴിലവകാശങ്ങൾ, സുരക്ഷാ സംവിധാനം എന്നിവ പഠിക്കണം. പ്രവാസം സ്ഥിരതയല്ല എന്നത് രണ്ടാമത്തെ പോയിന്റ്. ഇന്നത്തെ ലോകത്തിൽ വിദേശ ജീവിതം സ്ഥിരമായ പരിഹാരമല്ല. ജോലി നഷ്ടപ്പെടാം, വിസ നീളാതിരിക്കാം, സമൂഹത്തിൽ സമ്മർദ്ദമുണ്ടാകാം. അതിനാൽ ഒരു പ്ലാൻ ബി ഉണ്ടാവണം. നാട്ടിലേക്കുള്ള തിരിച്ചുവരവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്കോ ഉള്ള തയ്യാറെടുപ്പോ ഉണ്ടായേ പറ്റൂ. പ്രവാസ സമൂഹങ്ങളുടെ കൂട്ടായ്മ ശക്തമാക്കണം. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആ ഒരാൾ മാത്രം പോരാടേണ്ട സാഹചര്യം ഉണ്ടാകരുത്. നാട്ടുകാരുമായിട്ടും പ്രവാസ സംഘടനകളുമായിട്ടും ബന്ധം നിലനിർത്തണം. തങ്ങളുടെ ആശയങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നതിലൂടെ കുടിയേറ്റ സമൂഹത്തിന് ആ പുതിയ രാജ്യത്തിൽ ഇഴുകിച്ചേരാൻ സാധിക്കും എന്നതുകൂടി മനസ്സിലാക്കണം. അതുപോലെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രവണതകളെ കൂടി മനസ്സിലാക്കണം. യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം ഭാവിയിൽ കുറയാനാണ് സാധ്യത, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ. അതേസമയം ഏഷ്യയിലെ വികസിത സമ്പദ് വ്യവസ്ഥകളും മിഡിൽ ഈസ്റ്റിലെ തൊഴിൽ മാർക്കറ്റും വീണ്ടും ജോലി തേടുന്നവരെ കാത്തിരിക്കുന്നുമുണ്ട്. ഇനി ഇതങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നതാണ് അവസാന ചോദ്യം. ഭാവിയിൽ ഇതിന്റെ സ്വാധീനം എന്താകും? ഇന്ത്യൻ കുടിയേറ്റം ഗൾഫ് മേഖലയിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മടങ്ങാനാണ് സാധ്യത. യൂറോപ്പിലേക്ക് പോകുന്നവർ കുറയുകയും ഈ നിലവിലുള്ളവർ നാട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സർക്കാരുകളും പ്രവാസ നയങ്ങളും കൂടുതൽ സുരക്ഷിതത്വവും റീഇൻറ്റഗ്രേഷൻ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തേണ്ടി വരും. വിദേശ ജീവിതം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന സ്വപ്നമായിരിക്കട്ടെ, പക്ഷേ അത് യാഥാർത്ഥ്യത്തിന്റെ ചില വെല്ലുവിളികളോടാണ് ചേർന്നിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയേ പറ്റൂ. പ്രവാസം ഇനി സാമ്പത്തിക നേട്ടം മാത്രം എന്നതല്ല, അത് സാമൂഹ്യ മാനസിക സുരക്ഷാ തീരുമാനവുമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഇന്ന് ഓരോ NRIക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള പാഠം.